അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ് അല്ലേ. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഒരു അമലാണ് സ്വലാത്ത്. നമുക്കെല്ലാവർക്കും അറിയാം. ഡെയിലി സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ സ്വലാത്ത് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരീസം കിട്ടിയില്ലെങ്കിൽ, ഒരീസം അവരുടെ സ്വലാത്ത് കണ്ടില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബിന് വലിയ വിഷമാവുത്രേ, വലിയ സങ്കടമാവുത്രേ. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ അള്ളാഹിൻ്റെ ഹബീബിന്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ സ്വലാത്തിൻ്റെ ഫലങ്ങളും അതുപോലെ ചില പ്രത്യേക സ്വലാത്തുകളും ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൂടെ നമുക്ക് സ്വലാത്തിൻ്റെ കൂടുതൽ ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ചെറിയൊരു ചരിത്രത്തിലൂടെയാണ് വീഡിയോ ആരംഭിക്കുന്നത്. മഹാനായ ഷെയ്ഖ് ഷിബിലി റളിയല്ലാഹു അൻഹു, അറിയാത്തവരുണ്ടാവില്ല, സൂഫി ലോകത്ത് വലിയ ഉന്നതിയിലിരിക്കുന്ന ഒരു മഹാൻ, വലിയ സ്ഥാനം എത്തിപ്പിടിച്ച മഹാൻ, സൂഫികളുടെ നേതാവ്. മഹാൻ അവர்கள் ഒരിക്കൽ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ആ ഒരു നാട്ടിൽ അഥവാ ബഗ്ദാദിൽ വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള ഒരു ഭ്രാന്തനായ ഒരു വ്യക്തി മഹാനവരുടെ ആ സദസ്സിലേക്ക്, ആ ഒരു ദർസിലെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക. ഇത് കണ്ട ഉടനെ മഹാനായ ഷെയ്ഖ് ഷിബിലി റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് ആ ഭ്രാന്തനായിട്ടുള്ള ആളെ ശരിക്ക് സ്വീകരിച്ചിരുത്തി. അങ്ങനെ അവർ പല കാര്യങ്ങളും സംസാരിച്ചു. ഷെയ്ഖ് ഷിബിലി റളിയല്ലാഹു അൻഹു ആ വ്യക്തിയെ, ഭ്രാന്തനായ ആളെ അങ്ങനെ യാത്രയച്ചു നല്ല രീതിയിൽ. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യഗണങ്ങളൊക്കെ ആകെ അമ്പരന്നിരിക്കുക. കാരണം ബഗ്ദാദ് നാട്ടിൽ എല്ലാവർക്കും അറിയാം, വന്നയാൾ വലിയ ഭ്രാന്തനാണ്. എന്നിട്ടും ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദ് ഷെയ്ഖ് ഷിബിലി തങ്ങൾ എന്തിന് അദ്ദേഹത്തെ ഇങ്ങനെ സ്വീകരിക്കുന്നു? ഒരു സംശയമായിട്ട് നിന്നു. ഉടനെ തന്നെ ശിഷ്യഗണങ്ങൾ ചോദിച്ചു ഷെയ്ഖ് ഷിബിലി തങ്ങളോട്, അല്ല അതഫ്അലു ഹകദാ ബിഹാദാ വ അഹ്ലു ബഗ്ദാദി യഖൂലൂന ഇന്നഹു മജ്നൂൻ. അല്ല, നിങ്ങളെന്താ അയാൾ ഇങ്ങനെയൊക്കെ കാട്ടുന്നത് ഉസ്താദെ? ആള് വലിയ ഭ്രാന്തനാണെന്നുള്ളത് ഈ ബഗ്ദാദിൽ എല്ലാവർക്കും അറിയുമല്ലോ, പിന്നെയും നിങ്ങളെന്താ ഇങ്ങനെ? ആ സമയത്ത് ഷെയ്ഖ് ഷിബിലി റളിയല്ലാഹു അൻഹു ഒരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു, നിങ്ങൾ ഈ ചോദിച്ച സംശയം ഞാനും ഒരിക്കൽ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് മഹാനവറുകൾ ആ ഒരു രംഗം വിവരിക്കുകയാണ്. മഹാനവറുകൾ ഒരു മനാമ് കാണുകയാണ്. അതിൽ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഇതുപോലത്തെ വലിയ മഹാന്മാർ റളിയല്ലാഹു അൻഹും അവരൊക്കെ ഉണ്ട്. അങ്ങനെ ദർസ് നടക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന ഈ ഭ്രാന്തനായിട്ടുള്ള ആള് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയും ആ സമയം മഹാനായ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയെ വലിയ ബഹുമാനത്തോടുകൂടെ, വലിയ ആദരവോടുകൂടെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തു. ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ബഗ്ദാദിൽ എല്ലാവർക്കും അദ്ദേഹം ഒരു ഭ്രാന്തനാണ്. ഇതേ സംശയം ഞാൻ അള്ളാഹിൻ്റെ ഹബീബിനോട് ചോദിച്ചു, അതഫ്അലു ഹകദാ ബിഹാദാ വ അഹ്ലു ബഗ്ദാദി യഖൂലൂന ഇന്നഹു മജ്നൂൻ. അല്ല തങ്ങളെ, നിങ്ങളെന്താ അയാളെ ഇങ്ങനെയൊക്കെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്നത്? അദ്ദേഹം ഒരു ഭ്രാന്തനാണ് എന്നാണല്ലോ ഞങ്ങൾ ബഗ്ദാദിലൊക്കെ അറിയപ്പെടുന്നത്. എന്നിട്ടും തങ്ങളെന്താ ഇങ്ങനെ? ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഷിബിലി, നിങ്ങൾക്ക് അതാരാന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? ആ ആള് എൻ്റെ പേരുള്ള ഒരു ആയത്ത്, ഖുർആനിലെ ഒരു ആയത്ത് എന്നും ഒരു തവണ വീതം ചൊല്ലുന്നയാളാണ്. അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ചെറിയൊരു അമലിൻ്റെ പേരിലാണ് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത്, ഇത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചത്. ശരിക്കും നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, നമ്മൾ ചെയ്യുന്ന അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേലുള്ള അമലുകൾ നിത്യമായിട്ട് ദായിമായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് നമ്മളെ എങ്ങനെ ആയിരിക്കില്ല ഇഷ്ടപ്പെടുക? വഫഖനല്ലാഹ്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അവിടുത്തോട് കൂടുതൽ ഇഷ്ടം, ഇഷ്ക്, ഹുബ്ബ് പടച്ച റബ്ബ് നമുക്ക് ഔദാര്യമായി നൽകട്ടെ. പ്രധാനപ്പെട്ട സ്വലാത്തുൽ ഫാത്തിഹ്, താജ്, അതുപോലെ ഇബ്രാഹിമിയ സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് പ്രസിദ്ധമായ സ്വലാത്തുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേലുള്ള സ്വലാത്ത് പതിവാക്കാനുള്ള ഭാഗ്യം നമ്മുടെ മരണം വരെ അള്ളാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.